യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 10ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, ഈശോ ഒത്തിരിയേറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ആ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവസാനം നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രാർത്ഥിച്ചത്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. രണ്ടാമതായിട്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, 10ാം സ്ഥലം ധ്യാനിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഈശോ എത്രയേറെ വേദന നമുക്ക് വേണ്ടി അനുഭവിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, പാപം ഉപേക്ഷിക്കാനുള്ള ഒരു തീക്ഷ്ണത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനത്തിൽ പറയും, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ നീ തിരിച്ചു വരിക. അപ്പോൾ പാപം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ അത് വെറുത്ത് ഉപേക്ഷിച്ച് കർത്താവിങ്കിലേക്ക് തിരികെ വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടാകാം, മാരക പാപങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ടാകാം. സാരമില്ല, നീ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക, എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുക, പുതിയ മനുഷ്യനായിട്ട് തീരുക. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയും. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിൻ്റെ പാപം നിറഞ്ഞ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക. ഇന്നു മുതൽ പുതിയ വ്യക്തിയായിട്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊക്കെ ഓർക്കുന്ന വർഷമാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. അദ്ദേഹത്തെ വിളിക്കുന്നത് 2ാം ക്രിസ്തു എന്നാണ്. കാരണം ഈശോ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ പങ്കുവയ്ക്കുവാൻ, നിന്നെ കണ്ടുമുട്ടുമ്പോൾ ഈശോയെ മറ്റുള്ളവർക്ക് അനുഭവിക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുക. നീ ഒന്ന് സംസാരിക്കുമ്പോൾ, നീ ഒന്ന് നോക്കുമ്പോൾ, നീ ഒന്ന് കരുണയോടെ പെരുമാറുമ്പോൾ അത് ഈശോ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നുണ്ടോ? മറ്റൊരു ക്രിസ്തുവാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽപ്പക്കക്കാരോട്, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോടൊക്കെ ഈശോയെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കാണുമ്പോൾ ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ അടുത്ത് പോയൊരു സൗഖ്യം നേടിയിരുന്നു, ആശ്വാസം നേടിയിരുന്നു, സമാധാനം നേടിയിരുന്നു. നമ്മുടെ അടുത്ത് വരുന്നവർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നുണ്ടോ? ആശ്വാസം കിട്ടുന്നുണ്ടോ? സന്തോഷം കിട്ടുന്നുണ്ടോ? ആത്മപരിശോധന ചെയ്യാം. ഈ 2 കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയ മനുഷ്യരായിട്ട് തീരണം. നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട്, വൈദികരെ കുറിച്ചൊക്കെ അങ്ങനെ പറയും, പ്രീസ്റ്റ് ഈസ് ആൻ അനദർ ക്രൈസ്റ്റ്, പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെ ഉപേക്ഷിക്കുവാനും പുതിയ വ്യക്തികളായിട്ട് തീരുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.